കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ വെല്ലുവിളിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്ന ഒരു മന്ത്രിയായി മാറി എന്നുള്ളതിൽ എനിക്ക് വല്ലാത്ത ലജ്ജ തോന്നുകയാണ്. രാജേഷിൽ നിന്ന് ഇതൊന്നുമല്ല പാലക്കാട്ടെ ജനങ്ങൾ പ്രതീക്ഷിച്ചത്. പാലക്കാടിന്റെ നാവായി മാറാൻ, പാലക്കാട്ടെ ജനങ്ങളുടെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടാൻ എല്ലാ ബാധ്യതയുമുള്ള ഈ MP രാജേഷ് എന്ന് പറയുന്ന മന്ത്രി മദ്യനിർമ്മാണ കമ്പനികളുടെ ഒരു ഏജന്റായി പാലക്കാട് പ്രവർത്തിക്കുന്നു എന്നുള്ളത് അപമാനകരമായിട്ടുള്ള സംഗതിയാണ്. ഒരു തർക്കവും വേണ്ട. ഈ മദ്യനിർമ്മാണ കമ്പനിയുടെ ഒരു ഇഷ്ടിക പോലും ഇനി നിങ്ങൾ ഏത് കോടതിയുടെ ഉത്തരവ് കൊണ്ടുവന്നാലും മദ്യനിർമ്മാണ കമ്പനിയുടെ ഒരു ഇഷ്ടിക പോലും ഈ പാലക്കാട് എവിടെയും വെക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അനുവദിക്കില്ല. ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട. ഏത് നിയമപരമായിട്ടുള്ള പിന്തുണയോടുകൂടി നിങ്ങൾ വന്നാലും, ഇനി എന്തൊക്കെ സർക്കാർ പിന്തുണയോടെ വന്നാലും, ഈ മദ്യനിർമ്മാണ കമ്പനി ജലമൂറ്റിക്കൊണ്ട് ജലചൂഷണം നടത്തിക്കൊണ്ട് പാലക്കാടിന്റെ മണ്ണിൽ പ്രവർത്തിക്കില്ല എന്ന ഉറപ്പാണ് പാലക്കാട്ടെ ജനങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊടുക്കുന്നത്. ഈ പുതുശ്ശേരി പഞ്ചായത്തിലിരിക്കുന്ന CPM-ന്റെ ഭരണ നേതൃത്വത്തിന് നാണമില്ലേ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ പ്രദേശത്തെ ജനങ്ങൾ കുടിവെള്ളത്തിന് വേണ്ടി കേഴുമ്പോ ആ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട CPM നേതൃത്വം, ആ ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട ഏത് പാർട്ടി ആയിക്കോട്ടെ, ജനങ്ങൾക്കൊപ്പം നിൽക്കേണ്ട രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഇവിടെ മദ്യനിർമ്മാണ കമ്പനിക്ക് വേണ്ടി എലപ്പുള്ളിയിൽ വന്ന് പ്രതിഷേധം ഉയർത്തുന്നു. മദ്യനിർമ്മാണ കമ്പനിക്ക് വേണ്ടി കോൺഗ്രസിനെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഈ മദ്യനിർമ്മാണ കമ്പനിയുടെ പണം വാങ്ങിക്കൊണ്ട്, മദ്യനിർമ്മാണ കമ്പനിയുടെ എച്ചിലാക്കിക്കൊണ്ട് ഈ പ്രദേശത്തെ ജനങ്ങളെ വഞ്ചിക്കാനായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ നൽകുന്ന മുന്നറിയിപ്പ്, പാലക്കാട്ടെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് ശക്തമായ തിരിച്ചടി കൊടുക്കും. ഈ 10 വർഷക്കാലത്തിനുള്ളിൽ കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് നേട്ടമാണ് ഈ സർക്കാരിനെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ളത്? ഇപ്പോ കൃത്യമായിട്ട് പറയാം, എന്തെങ്കിലും ഒരു മുന്നേറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ മദ്യത്തിന്റെ കാര്യത്തിൽ മാത്രം. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിന് മുമ്പ് പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ആകെയുള്ളത് 29 ബാറുകളാണ്. ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിന് മുമ്പ് കേരളത്തിലുള്ളത് 29 ബാറാ. ഇന്ന് എത്ര ബാറാ? ഇന്ന് 1000 ബാറുകളുണ്ട് കേരളത്തിൽ. 1000-ലധികം ബാറുകൾ. കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും ബാറുകൾ തുടങ്ങി കഴിഞ്ഞു. ഇപ്പൊ ഓരോ വാർഡിലേക്കും ബാർ എത്തിക്കാനുള്ള പരിശ്രമത്തിലാണ് ഇവിടുത്തെ ഇടതുപക്ഷം, CPM. ഇതെങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ പറ്റുക? കേരളത്തിലെ കുട്ടികൾ, സ്കൂൾ കുട്ടികൾ മുതൽ മദ്യത്തിന് അടിമകളായി കഴിഞ്ഞു. ആ മദ്യത്തിൽ നിന്ന് അടുത്ത ലഹരിയിലേക്ക് അവർ സിന്തറ്റിക് ഡ്രഗ്സിലേക്ക് പോകുന്നു. ആ സിന്തറ്റിക് ഡ്രഗ്സിന്റെ ഉപയോഗം ഇവിടെ വർദ്ധിച്ചു വരുന്നു. ഈ മയക്കുമരുന്നിനെതിരെ, മദ്യത്തിനെതിരെ ഒന്നും ഒരു തരത്തിലുള്ള നിലപാടും ഇവിടുത്തെ സർക്കാർ സ്വീകരിക്കുന്നില്ല. ഓർമ്മയില്ലേ ഇവരുടെ പരസ്യം? ഓർമ്മയില്ലേ എന്തായിരുന്നു പരസ്യം? നമ്മളൊക്കെ ഏറെ ഇഷ്ടപ്പെട്ട ഇന്നസെന്റും അതുപോലെ തന്നെ KPC എഴുതിയും കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 നടീനടന്മാരെ വെച്ചുകൊണ്ട് അവരൊരു പരസ്യം നടത്തി. എന്തായിരുന്നു പരസ്യം? ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ തുറക്കാൻ പോകുന്നത് നിങ്ങൾ പൂട്ടിയ ബാറുകളല്ല, നിങ്ങൾ പൂട്ടിയ സ്കൂളുകളാണെന്ന്. ഇവർക്ക് നാണമുണ്ടത് പറയാൻ? ഇപ്പൊ എന്താ സംഭവിച്ചത്? കേരളം മുഴുവൻ മദ്യം ഒഴുക്കിക്കൊണ്ട് കേരളത്തിലെ യുവ സമൂഹത്തെ, വരുന്ന തലമുറയെ മുഴുവൻ ഇല്ലാതാക്കാൻ വേണ്ടി ഇവർ പരിശ്രമിക്കുമ്പോൾ ഒരു സ്ഥലത്ത് മുഴുവൻ